അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രൂപീകരിക്കും. ഇതുവരെ കേസിൽ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി നജീബിനായുള്ള അന്വേഷണം തുടരുകയാണ്. നിയമാനുസൃതമല്ലാത്ത അവയവദാനം നടന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും മൊഴി ഉടൻ പോലീസ് രേഖപ്പെടുത്തും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, വളരെ വിശദമായൊരു അന്വേഷണം വേണ്ട കേസാണിത്. ഇതിൽ ഇനിയും ഒരുപാട് കണ്ണികളുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരിക്കും പോലീസിന്റെ നീക്കം ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നുണ്ട്. മുഖ്യപ്രതി അപ്പോഴും ഒളിവിലാണ്, അർജുൻ മട്ടന്നൂർ. റീജിത്തെ, അത് തന്നെയാണ്. ഈ അവയവദാനത്തിന് വേണ്ടി വ്യാജരേഖകൾ ചമക്കുന്ന ഒരു സംഘം, അതൊരു വലിയ റാക്കറ്റാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ വിശദമായ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കേസിൽ ഇതുവരെ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അതേസമയം മുഖ്യപ്രതിയായ നജീബിനെ ഇതുവരെ പിടികൂടാനായില്ല. നജീബിന്റെ നേതൃത്വത്തിലാണ് ഈ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനിടെ ഈ നിയമാനുസൃതമല്ലാതെ അനധികൃതമായി അവയവദാനം നടത്താൻ വേണ്ടി നടത്തിയ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾക്കെതിരെയും അന്വേഷണ സംഘം വ്യാപിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള ആശുപത്രി ഡോക്ടർമാരുടെയും മറ്റും മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം അതിനിടെ വടക്കേക്കര സ്വദേശിയുടെ അവയവദാനം നടത്തിയതിന്റെ ചില രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മുഖ്യപ്രതിയായ നജീബ് 3 വർഷത്തോളമായി അവയവദാന തട്ടിപ്പ് നടത്തിയത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിപുലമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത്. ശരി, അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകും.